ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രഹരീസ് കെയർ. സീസ് ഫയർ ഫോർ ഹൗ മെനി ഡേയ്സ്? അതാണ് ഒരു നാച്ചുറൽ ക്വസ്റ്റ്യൻസ് വരേണ്ടത്. പക്ഷെ അപ്പോൾ സ്ഥിതി വന്നിട്ട് സീസ് ഫയർ ഫോർ ഹൗ മെനി അവേഴ്സ് എന്നായിരിക്കുകയാണ്. എത്ര ദിവസങ്ങൾക്കുള്ള സീസ് ഫയർ ആണെന്ന് ചോദിക്കുന്നതിന് പകരം എത്ര മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന സീസ് ഫയർ ആണെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. കാരണം സീസ് ഫയർ പറഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ വെരി പർപ്പസ് ഡിഫീറ്റ് ചെയ്തുകൊണ്ട് ആക്രമണങ്ങൾ പലയിടത്തും തുടങ്ങി. അതിലേറ്റവും കൂടുതൽ ആക്രമണം ലെബണനിൽ ഹിസ്ബുള്ളയുടെ എഗൻസ്റ്റാണ് ഇസ്രായേൽ തുടങ്ങിയത്. വിതിൻ അവേഴ്സ് ഓഫ് ഡിക്ലെയറിങ് ദി സീസ് ഫയർ എന്ന് പറഞ്ഞാൽ ഡിക്ലെയർ ചെയ്തു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആപേക്ഷികമാണത്. ബിക്കോസ് യുനോ ആരോ ഒരാൾ സീസ് ഫയറിന് വേണ്ടി പരിശ്രമിച്ചിരുന്നു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അത് അമേരിക്കയാണോ അതോ ഇറാനാണോ? ഇറാനാണെന്ന് അമേരിക്കയും അമേരിക്കയാണെന്ന് ഇറാനും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നത് അമേരിക്കയാവാനാണ് വഴി. ബിക്കോസ് ദേ വാണ്ടഡ് എ സേഫ് എക്സിറ്റ് ഫ്രം ദി പ്രസൻറ്റ് ട്രാപ്ഡ് സിനാരിയോ ഓഫ് ദി മിഡിൽ ഈസ്റ്റ് വാർ. അത് ശരിയാണെന്നാണ് ലോജിക്ക് പറയുന്നത്. ബിക്കോസ് അവിടെ ഇലക്ഷൻ വരാൻ പോവുകയാണ്, അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. നോബഡി വാണ്ട്സ് ദെയർ സോൾജർ ഫൈറ്റിംഗ് ഇൻ സംവെയർ എൽസ്. ലോകത്തിൻ്റെ വേറൊരു ഭാഗത്ത് പോയിട്ട് എൻ്റെ പട്ടാളക്കാരൻ, എൻ്റെ മകനും എൻ്റെ സഹോദരനുമായ പട്ടാളക്കാർ അവിടെ പോയി ജീവൻ ബലിയർപ്പിക്കണമെന്ന് അമേരിക്കക്കാർ തീരെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. സോ അതിനിടയ്ക്കൊരു UN റെസൊല്യൂഷൻ നടന്നു, യുണൈറ്റഡ് നേഷൻസ് റെസൊല്യൂഷൻ നടന്നു. അതിനെക്കുറിച്ചൊന്ന് നോക്കി പോകാം. ഓക്കെ, യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ UNSC റെസൊല്യൂഷൻ എയിംഡ് അറ്റ് പ്രൊട്ടക്റ്റിംഗ് കൊമേഴ്സ്യൽ ഷിപ്പിംഗ് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഹോർമൂസ്, കോളിംഗ് ഫോർ ദി അൺബ്ലോക്കിംഗ് ഓഫ് ദി സ്റ്റേറ്റ്. സ്തംഭനാവസ്ഥ മാറ്റുവാൻ, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലെ സ്തംഭനാവസ്ഥ മാറ്റുവാൻ വേണ്ട ഡിഫെൻസീവ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ ഇപ്പോഴത്തെ UN അധ്യക്ഷ സ്ഥാനത്ത് വരുന്ന ബഹ്റൈൻ എന്ന കൺട്രിയാണ് അത് മുന്നോട്ട് വെച്ച്. ബഹ്റൈൻ ഓഫ് കോഴ്സ് ഇറ്റ്സ് എ അറേബ്യൻ കൺട്രി. സോ അവർ മുന്നോട്ട് വെച്ച ദ ഡ്രാഫ്റ്റ് ടെക്സ്റ്റ് ഓൺ വിച്ച് എ വോട്ട് വാസ് ഹെൽഡ് on Tuesday was proposed by Bahrain. 11 of the 15 members of the UNSC voted in favor and two countries, Pakistan and Colombia, abstained from the voting. However, അവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. Russia and China said that the measure was biased against Iran. ഇറാൻ്റെ എഗൻസ്റ്റുള്ള പക്ഷം പിടിച്ചുകൊണ്ട്, അമേരിക്ക പക്ഷം പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു റെസൊല്യൂഷനാണെന്ന് പറഞ്ഞുകൊണ്ട് ചൈനയും റഷ്യയും വീറ്റോ ചെയ്ത് ഈ റെസൊല്യൂഷനെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. ദാറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു ബി. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. ദർ ഈസ് an ally for Iran too. ഇറാനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ശക്തരായ കൺട്രികൾ റഷ്യ ആൻഡ് ചൈന നിലവിലുണ്ട്. അതും അമേരിക്കയ്ക്ക് ഒരു പ്രശ്നം തന്നെയാണ്. അണ്ടർ ദി റെസൊല്യൂഷൻ, affected states would have been asked to coordinate efforts defensive in nature, commensurate to the circumstances, and contribute to ensuring the safety and security of navigation across the Strait of Hormuz. Strait of Hormuz എന്നാൽ ഹോർമുസ് കടലെടുക്കുന്നാൽ അവിടെ സിംഹഭാഗം അതിൻ്റെ വരുന്ന തീരങ്ങൾ ഇറാൻ്റെയാണ്. ഇറാന് ഫുൾ കൺട്രോളാണ് അവിടെ. ഇറാൻ അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഷിപ്പുകളെല്ലാം വരിയായിട്ട് കിടക്കുന്നു, എണ്ണ ടാങ്കറുകൾ കിടക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. സോ അതൊന്ന് തുറന്നു കിട്ടാൻ വേണ്ടി, അതൊരു നാച്ചുറൽ എല്ലാ കൺട്രീസിനും ഉള്ളൊരു ആവശ്യമാണ്, ഇൻക്ലൂഡിങ് ഇന്ത്യ. അത് തുറന്നു കിട്ടണം. ബട്ട് അറ്റ് വാട്ട് കോസ്റ്റ്? അതാണ് ക്വസ്റ്റ്യൻ. ഇത്രയും പ്രതിസന്ധിയിലായിരിക്കുന്ന, ഓൾമോസ്റ്റ് എല്ലാം തകർന്നു നിൽക്കുന്ന ഇറാൻ എന്ന കൺട്രി ഈ അവസാന തുറുപ്പ് ചീട്ട് കൂടി വിട്ടുകൊടുക്കുമോ? നെവർ, ഒരിക്കലുമില്ല.
അവരുടെ ഒരു ബാർഗൈനിങ് പോയിൻ്റ് ഇറ്റ് ഈസ് ദി ഹോർമോസ്, സ്റ്റേറ്റ് ഓഫ് ഹോർമോസ് ഓൺലി. യുനോ കാർഗ് ഐലൻഡിലൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ അമേരിക്ക വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ബ്രിഡ്ജസ്, പവർ പ്ലാന്റ്സ് ഇതെല്ലാം തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇറാൻ്റെ. അമേരിക്കക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പമ്പ് ചെയ്യാനുണ്ട്. രണ്ടാമത് അമേരിക്ക ഈസ് ഏണിങ് മണി എവരി വൺ. വെനിസിലയുടെ എണ്ണയൊക്കെ പിടിച്ചിട്ട് ഇഷ്ടംപോലെ കാശുണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. ബട്ട് യുനോ ദേ വാണ്ടഡ് ടു ഹാവ് എൻ എക്സിറ്റ് നൗ. 41 days ആണ്, 41ാമത്തെ ദിവസമാണ് യുദ്ധത്തിൻ്റെ അല്ലേ. ഈ സമയത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ലെന്ന് അവർക്കറിയാം. യുനോ ഇറ്റ് ഈസ് എ ലോങ് വാർ, വാട്ട് അപ്പിയേഴ്സ് ടു ബി വെരി ഷോർട്ട്. അവർ വാട്ട് എക്സ്പെക്റ്റഡ് ടു ബി വെരി ഷോർട്ട് വാർ നോ. ബട്ട് ഇന്നലെ സീസ് ഫെയറിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് അമേരിക്ക പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. ഈ സിവിലൈസേഷനെ തന്നെ തകർക്കുമെന്നാണ് പറഞ്ഞത്. അതൊരു വല്ലാത്തൊരു പറച്ചിലായിപ്പോയെന്ന് പിന്നീട് ആശാനും ബോധ്യം വന്നു. പിന്നെ അതൊന്ന് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമങ്ങളെ നടത്തുന്നത്. സിവിലൈസേഷനെ തകർക്കുക, റിജീം ചേഞ്ച്, കംപ്ലീറ്റ് നേവിയെ തകർക്കുക, എയർഫോഴ്സിനെ തകർക്കുക, യുനോ ആറ്റമിക് പവറിനെ തകർക്കുക, യുറേനിയം റിച്ച് കൺട്രി യുറേനിയം എക്സ്പെരിമെൻ്റ് നടത്താൻ ഒരിക്കലും അവകാശം കൊടുക്കാതിരിക്കുക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇറാനെ 4 ഭാഗത്തുനിന്നും സാങ്ഷൻസ് കൊടുത്തിട്ട് 4 ഭാഗത്തും അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇറാനെ എത്തിപ്പിച്ച് അവിടുന്ന് വീണ്ടും അവരുടെ സിവിലൈസേഷനും കൂടി തകർക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു വല്ലാത്ത പറച്ചിലായി പോയില്ലേ എന്ന് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുകയാണ്. യു കനോട്ട് ഇറാഡിക്കേറ്റ് എ സിവിലൈസേഷൻ. It's not a joke. You may have differences, you may have enmity, everything, but the people living in that particular country will not pardon you. Okay. Shipping through the narrow waterway through which a fifth of global oil, ലോകത്തിലെ 5-1 എണ്ണ പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ വിട്ട് കിട്ടണമെന്നൊക്കെയാണ് UN നല്ല ഒരു സിംപിൾസിറ്റി ആയിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു, റെസൊല്യൂഷനായിരുന്നു. ആ റെസൊല്യൂഷൻ അതുപോലെ തന്നെ ഒന്നും നടക്കുമെന്നും നമുക്കൊന്നും തോന്നുന്നില്ലായിരുന്നു. UN പറഞ്ഞ കാര്യങ്ങളൊന്നും അമേരിക്ക തന്നെ കേൾക്കാറില്ല. അത് വേറെ കാര്യം. ദി ബ്ലോക്കേഡ് ഹാസ് സെൻറ്റ് ഫ്യൂൽ പ്രൈസസ് സോറിങ്. അതാണ് ഈ ബ്ലോക്കേഡ് കാരണം എണ്ണയ്ക്കൊക്കെ വില കൂടി വലിയ പ്രശ്നങ്ങളാണ്. എ ഡെഡ് ലൈൻ സെറ്റ് ബൈ US President Donald Trump for Iran to reopen the water passage or else face even worse bombardment is set to expire later on Tuesday വരെയുള്ള ഡെഡ് ലൈൻ ആയിരുന്നു. നമ്മൾ നേരത്തെ സംസാരിച്ചതാണത്. അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ പിന്നെ അത് ഡെഡ് ലൈൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യണമല്ലോ. അതിനിടയ്ക്കാണ് സീസ് ഫയർ എന്നുള്ള സുവർണ ഒരു അവസരം വീണ് കിട്ടിയത്. അത് മുതലാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയാണ് അമേരിക്ക. No one should tolerate that they are holding the global economy at gunpoint, but today Russia and China did tolerate it. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് റഷ്യയും ചൈനയും ഗൺ പോയിൻറ്റിൽ ഇറാൻ നടത്തുന്ന ആ ഒരു ബ്ലാക്ക് മെയിലിങ്ങിന് സപ്പോർട്ട് ചെയ്തു. അതായത് സ്റ്റേറ്റ് ഓഫ് ഹോർമസ് എന്നുള്ള ബ്ലോക്കേഡ് നിർമ്മിച്ചുകൊണ്ട് ഇറാൻ നടത്തുന്ന തോന്നിവാസത്തിന് റഷ്യയും ചൈനയും വീറ്റോ ചെയ്തു. അവരെ സംരക്ഷിച്ചു, ഇറാനെ സംരക്ഷിച്ചു എന്നാണ് പറയുന്നത്. ഒബ്വിയസ്ലി നമുക്കൊക്കെ അറിയാം, ഇറാനും കുറേ ടെററിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോക്സികളെ, ഹ്യൂത്തി ആയാലും ഹമാസ് ആയാലും ഹിസ്ബുള്ള ആയാലും ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു ഹാൻഡ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇറാൻ്റെ ഒരു ഹാൻഡ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ആതങ്കവാദി അല്ലെങ്കിൽ തീവ്രവാദി സംഘടനകൾ മാത്രമല്ല. ഇതൊക്കെ ഒരു ദേ ആർ ലിറ്ററലി ആർമി ദംസെൽഫ് നോ. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അത് എന്ന് പറഞ്ഞാൽ അവരൊരു ശരിക്കും ഒരു കൺട്രിയുടെ ആർമി പോലെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇസ്രായേലാണ് ഇവരെങ്ങനെയും തകർക്കണം. ഓൾമോസ്റ്റ് ഹമാസിനെയും ഹിസ്ബുള്ളയും തകർത്ത് കഴിഞ്ഞു. ഇറാനാണ് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഈ കിട്ടിയ ചാൻസിൽ ഇറാന് മാക്സിമം
തകർത്തെറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇസ്രായേൽ നടക്കുന്നത്. ഇസ്രായേൽ പറയുന്നത് കാര്യമുണ്ട്, അവരാണ് ഒരു ഒറ്റപ്പെട്ട രാജ്യമാണ്, 4 ചുറ്റും ശത്രുക്കളാണെന്നുള്ള രീതിയാണിത് അവിടെ. അപ്പോൾ ഇത് എല്ലാ കൺട്രിയും, റഷ്യയുടെയും ചൈനയുടെയും അംബാസഡേഴ്സ് ഓഫ് UN ഒക്കെ ഇതിനെ എതിർത്തിരിക്കുകയാണ്. വളരെ ക്ലിയറായിട്ട് അവർ വീറ്റോയും ചെയ്തു. അപ്പോൾ നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഈ സംഭവങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചൈന ആൻഡ് റഷ്യ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എനിക്ക് വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്നു. കാർട്ടെ ബ്ലാഞ്ച് ഫോർ US ആൻഡ് ഇസ്രായേൽ ത്രൂ ദി റെസൊല്യൂഷൻ സൈഡ് റഷ്യ. റഷ്യ പറഞ്ഞിരിക്കുന്നത് ഈ റെസൊല്യൂഷൻ പാസ്സായി കഴിഞ്ഞാൽ കാർട്ടെ ബ്ലാഞ്ച് സിറ്റുവേഷനാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ടാവുന്നത്. വാട്ട് ഈസ് കാർട്ടെ ബ്ലാഞ്ച്? നിങ്ങളൊക്കെ കേട്ട് കാണും, ഇതൊരു പ്രയോഗമാണ്. കംപ്ലീറ്റ് ഫ്രീഡം ടു ആക്ട് ആസ് വൺ വിഷസ്. അവർക്ക് എന്ത് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ ചെയ്യാനുള്ളൊരു സംഭവത്തെയാണ് കാർട്ടെ ബ്ലാഞ്ച് എന്ന് പറയും. കാർട്ടെ ബ്ലാഞ്ച് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ US-നെ എതിർക്കാൻ ആരുമില്ല. പിന്നെ അവരെന്ത് വേണമെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു അവസരം കൊടുക്കുകയാണ് UN റെസൊല്യൂഷനോടെ. അതുകൊണ്ടാണ് ഞങ്ങളിതിനെ വീറ്റോ ചെയ്ത് തോൽപ്പിച്ചതെന്നാണ് പറയുന്നത്. ട്രംപ്സ് പ്രോമിസ് ടു വൈപ്പ് ഔട്ട് ഇറാൻ ബാക്ക്ഫയർസ്. ഇറാനെ വൈപ്പ് ഔട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താ സ്ഥിതി? ഇത് എ വേൾഡ് സിവിലൈസേഷൻ വിൽ ഡൈ ടുനൈറ്റ്. ഇന്ന് രാത്രി സിവിലൈസേഷൻ മരിച്ചു പോകും, കൊല്ലപ്പെടുമെന്നാണ് പറയുന്നത്. ട്രംപ്സ് എസ്കലേറ്റിംഗ് ത്രെറ്റ്സ് ടു ഇറാൻ ടു ഓപ്പൺ സ്റ്റേറ്റ് ഓഫ് ഹോർമസ്. ഒരു ബേസിക് തിയറി ഉണ്ട് ഒരു വാറിന്. നിങ്ങൾ ബോംബാർഡ്മെൻറ്റ് ചെയ്തോ, നിങ്ങൾ ദൂരത്ത് നിന്ന് എയർ അറ്റാക്ക് നടത്തിക്കോ, എത്ര വേണമെങ്കിൽ നടത്തിക്കോ, അതിനുള്ള ബങ്കേഴ്സും കാര്യങ്ങളും എല്ലാ കൺട്രിയിലുണ്ടാവും. ഈ ഭൂമി, ഈ മലകൾ, ഈ മണലാരണ്യങ്ങൾ, ഇതെല്ലാം അവിടെയുള്ള ഇൻഹാബിറ്റൻസിനെ രക്ഷിക്കും. നിങ്ങൾക്കൊരു യുദ്ധം ചെയ്യിക്കണമെങ്കിൽ യു ഷുഡ് കം ഓൺ ഗ്രൗണ്ട്. ഞങ്ങൾ മിലിറ്ററി തിയറിയിൽ ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് എന്ന് പറയുന്ന ആ സിറ്റുവേഷൻ വേണം. നിങ്ങൾക്ക് ഒരു ആധിപത്യം സ്ഥാപിക്കണമെങ്കിൽ യു ഷുഡ് ഗോ ദെയർ ആൻഡ് ഇൻവേഡ് ദി കൺട്രി. ആകാശത്തിലൂടെ വന്ന് അറ്റാക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു ക്യാൻ ക്രിയേറ്റ് ലോട്ട് ഓഫ് ഡബ്രീസ് ദെയർ. ഒരുപാട് എന്താ പറയുന്നത്, കത്തിച്ചാമ്പലായ ബിൽഡിങ്ങുകളും ഇതുണ്ടാക്കാം, ഒരുപാട് ആക്രമണങ്ങൾ നിങ്ങൾക്കാണ്. പക്ഷേ പൂർണ്ണമായി ഒരു കൺട്രിയെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ പറ്റില്ല. വാട്ട് വി ഹാവ് ഡൺ ഇൻ ദി 1971 വാർ. നമ്മൾ കയറി ചെല്ലുകയല്ലേ ചെയ്തത് ഈസ്റ്റ് പാകിസ്ഥാനിലേക്ക്. നമ്മൾ കയറി ചെന്ന് പിടിച്ചടക്കുകയല്ലേ ചെയ്തത്. അതാണ് യുദ്ധം, അതാണ് കറക്റ്റ് യുദ്ധം. ഹിയർ they are just coming and making bombardments and going back, vanishes from the sea. So ഇപ്പോൾ 2, 3, 4 എയർക്രാഫ്റ്റോളം US-ൻ്റെ നഷ്ടപ്പെട്ടു. അതിനകത്ത് ഹെലികോപ്റ്ററും ഇൻക്ലൂഡാണ് എന്നാണ് കേട്ടത്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നിന്ന് ഒരു ജസ്റ്റ് എക്സിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സീസ് ഫയർ ഡ്രാമ തന്നെ നമുക്ക് പറയേണ്ടി വരും. ബിക്കോസ് അതിനുശേഷം ലെബനനെ ആക്രമിച്ചു. അതിനുശേഷം ഇറാൻ വന്നിട്ട് UAE കൊടുത്തിട്ടുണ്ട്. ഇറാൻ ആക്രമിക്കുമെന്നാണ് പറഞ്ഞത്. ദേ ആർ സീരിയസ്ലി വ്യൂയിങ് ദി സിറ്റുവേഷൻസ്. 1-2 ദിവസത്തിന് ശേഷം സ്റ്റേറ്റ് ഓഫ് ഹോർമസ് തുറക്കും എന്ന് പറഞ്ഞിരുന്നു. അത് നടക്കുമോ നടക്കില്ലേ എന്നറിയില്ല. എനിവേ, തിങ്സ് ആർ നോട്ട് ക്ലിയർ അറ്റ് ഓൾ. ഇതെല്ലാം എപ്പോഴായിരുന്നു ശരിയായി വരും നമുക്ക് പ്രത്യാശിക്കാനേ പറ്റുള്ളൂ. നമുക്കിത് തോന്നുന്നത്, അതിനിടയ്ക്ക് വേറൊരു രസം ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാനാണ് ഇടനിലക്കാരായിട്ട് മീഡിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തത് മറ്റവർ കൊടുത്തൊരു സംഭവമായിരുന്നു. പക്ഷെ അതിൽ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്ററുടെ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ ആ ഭാഗം പോലും കട്ട് ചെയ്യാതെയാണ് അവർ ട്വീറ്റ് ചെയ്തത്. കട്ട് ആൻഡ് പേസ്റ്റ് പോലും ചെയ്യാൻ അറിയാത്ത വിഡ്ഢി കുഷ്മാണ്ഡങ്ങളായി ഒരു പ്രാവശ്യം കൂടി പാകിസ്ഥാൻ എക്സ്പോസ് ആയിരിക്കുകയാണ് ബിഫോർ ദി വേൾഡ്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.